everyone, welcome to Disha Academy. So, നമ്മുടെ NTPC exam ഒക്കെ അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പരിചയപ്പെടുന്ന ഒരു സെഷൻ ആണിത്. അപ്പോൾ നമ്മൾ ഇവിടെ മെയിൻ ആയിട്ട് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജിയുടെ ക്വസ്റ്റ്യൻസ് ആണ് എടുത്തിരിക്കുന്നത്. പ്രീവിയസ് ഇയറിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ റിലേറ്റഡ് ഫാക്ടേഴ്സും ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോൾ പാസീവ് ആയിട്ട് ഈ വീഡിയോ കാണാതെ പെന്നും പേപ്പറും ഒക്കെ ആയിട്ട് റെഡി ആയിട്ട് ഇരിക്കുക. ഓക്കെ, നമ്മൾ പറയുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. നിങ്ങളുടെ സമയം വേസ്റ്റ് ചെയ്യാനില്ല. ഈ വീഡിയോയുടെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചു പോവുക. അപ്പോൾ എൻ്റെ പേര് ഐശ്വര്യ എന്നാണ്. നമുക്ക് ഈ സെഷനിലേക്ക് പോവാം. സോ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ സ്കാലാർ ക്വാണ്ടിറ്റി? പ്രഷർ, ഡിസ്പ്ലേസ്മെന്റ്, ഫോഴ്സ്, മൊമെന്റം. ഈ 4 ഓപ്ഷനിൽ ഏതാണ് സ്കാലാർ ക്വാണ്ടിറ്റി എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ അറിയുന്നവർ പെട്ടെന്ന് ഒന്ന് കമന്റ് ചെയ്ത് ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് സ്കാലാർ ക്വാണ്ടിറ്റി? സോ ബേസിക്കലി നമ്മൾ അറിയേണ്ട കാര്യം എന്ന് പറയുമ്പോൾ ക്വാണ്ടിറ്റീസിനെ തന്നെ നമ്മൾ രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദ്യത്തേതാണ് സ്കാലാർ ക്വാണ്ടിറ്റി അല്ലെ, ആദ്യത്തേതാണ് സ്കാലാർ ക്വാണ്ടിറ്റി. രണ്ടാമത്തേത് എന്താണ്? ആൻസർ പറഞ്ഞേ. ആദ്യത്തേത് സ്കാലാർ ക്വാണ്ടിറ്റി. സ്കാലാർ ക്വാണ്ടിറ്റി പോലെ തന്നെ മറ്റൊരു ക്വാണ്ടിറ്റിയെ പറ്റി നമ്മൾ പറയാറുണ്ട്. അത് എന്താണെന്ന് നിങ്ങളിപ്പോൾ എന്നോട് പറയണം. അപ്പോൾ നമുക്ക് ആദ്യം സ്കാലാർ ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. സോ സ്കാലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുമ്പോൾ അവരുടെ പ്രത്യേകത എന്താണ്? ഈ ക്വാണ്ടിറ്റീസിന് ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉണ്ടാവൂ, അതായത് ഒരു സൈസ് മാത്രമേ ഉണ്ടാവൂ. ഇവർക്ക് എന്തുണ്ടാവില്ല? ഡയറക്ഷൻ ഉണ്ടാവില്ല. സ്കാലാർ ക്വാണ്ടിറ്റീസിൻ്റെ പ്രത്യേകത എന്താണ്? ഇവർക്ക് ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, അതായത് ഒരു സൈസ് മാത്രമേ ഉള്ളൂ. ഇപ്പം 5 മീറ്റർ അല്ലെ, 5 മീറ്റർ അങ്ങനെ പറയുന്ന ഒരു 10 കിലോ എന്ന് പറയുമ്പോൾ 10 കിലോ വലത്തെ സൈഡിലേക്ക്, 10 കിലോ ഇടത്തെ സൈഡിലേക്ക് നമ്മൾ പറയുമോ? ഇല്ല, 10 കിലോ അതൊരു വെയിറ്റ് ആണ് അല്ലേ. അപ്പോൾ അതിനൊരു മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, ഡയറക്ഷൻ ഇല്ല. ഇങ്ങനെ മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സ്കാലാർ ക്വാണ്ടിറ്റീസ്. അപ്പോൾ സ്കാലാർ ക്വാണ്ടിറ്റീസ് ആർ ക്വാണ്ടിറ്റീസ് ദാറ്റ് ഹാവ് ഓൺലി മാഗ്നിറ്റ്യൂഡ് ബട്ട് നോ ഡയറക്ഷൻ. മാഗ്നിറ്റ്യൂഡ് മാത്രമുള്ള ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസിനെ നമ്മൾ പറയുന്ന പേരാണ് സ്കാലാർ ക്വാണ്ടിറ്റീസ്. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആയിട്ടുള്ള പ്രഷറാണ്. കഴിഞ്ഞ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആയിട്ടുള്ള പ്രഷറാണ്. ഇപ്പോൾ സ്കാലാർ ക്വാണ്ടിറ്റീസ് നമ്മൾ നോക്കി. ഇനി നമ്മൾ അറിയേണ്ടത് നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന സ്കാലാർ ക്വാണ്ടിറ്റീസ് ഏതൊക്കെയാണെന്നാണ്. കാരണം എക്സാമിന് ഇങ്ങനെ തന്നെ ചോദിക്കുമ്പോൾ ഏതാണ് സ്കാലാർ ക്വാണ്ടിറ്റി, ഏതാണ് വെക്ടർ ക്വാണ്ടിറ്റി, അല്ലാന്നുണ്ടെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റി ഞാൻ പറഞ്ഞു പോയല്ലേ. അപ്പോൾ സ്കാലാർ ക്വാണ്ടിറ്റി എന്താണ്? ഇതിൻ്റെ ഓപ്പോസിറ്റ് വരുന്നത് വെക്ടർ ക്വാണ്ടിറ്റിയാണ്. നിങ്ങൾ കുറച്ച് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് വെക്ടർ ക്വാണ്ടിറ്റി. അതുപോലെ തന്നെ ഇതിന് 2 എക്സാമ്പിൾസ് ചോദിക്കും. ഇതേ കോൺസെപ്റ്റ് വെച്ചിട്ട് ഓഡ് വൺ ഔട്ട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഓഡ് വൺ ഔട്ട് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ചോദിക്കാറുണ്ട്. അപ്പോൾ സ്കാലാർ ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിൾസ് അറിയാത്തത് നിങ്ങൾ എഴുതി വെക്കുക, അറിയുന്നത് നിങ്ങൾ വീണ്ടും എഴുതി സമയം കളയണം എന്നില്ല. അപ്പോൾ ആദ്യത്തേതെന്ന് പറയുന്നത് എന്താണ്? സ്പീഡാണല്ലേ, സ്പീഡ് അല്ലേ. നമ്മളെപ്പോഴും കിലോമീറ്റർ പെർ അവർ എന്നേ പറയാറുള്ളൂ. അപ്പോൾ സ്പീഡ്. രണ്ടാമത്തേത് മാസ്. എക്സാമ്പിൾ വേണമെങ്കിൽ എഴുതിക്കോളൂ. 10 കിലോഗ്രാം എന്നാണ് നമ്മൾ പറയുന്നത്. അടുത്ത ടെമ്പറേച്ചറും എന്ത് തന്നെയാണ്? ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. 25 ഡിഗ്രി സെൽഷ്യസ്. നമ്മൾ ഒരിക്കലും 25 ഡിഗ്രി സെൽഷ്യസ് മുകളിലേക്ക് 25 ഡിഗ്രി സെൽഷ്യസ് താഴേക്ക് എന്ന് പറയുന്നത് 25 ഡിഗ്രി സെൽഷ്യസ് ആണ് ടെമ്പറേച്ചർ അല്ലേ. അപ്പോൾ സ്പീഡുണ്ട്, മാസ് ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്. പിന്നെ വരുന്നത് ടൈമാണ്. 5 സെക്കൻഡ് സമയം, 1 മണിക്കൂർ സമയം അല്ലേ. ഞാൻ 1 മണിക്കൂർ കഴിഞ്ഞ് വരും അങ്ങനെ നമ്മൾ പറയാറുള്ളൂ. അല്ലാതെ 1 മണിക്കൂർ ഇടത്തോട്ട് കഴിഞ്ഞ് ഞാൻ വരും അങ്ങനെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ എന്ത് വേണ്ട? ഡയറക്ഷൻ വേണ്ട. നമുക്ക് എന്ത് മാത്രം മതി? ഒരു മാഗ്നിറ്റ്യൂഡ് മാത്രം മതി. അങ്ങനെയുള്ള ക്വാണ്ടിറ്റീസിനാണ് നമ്മൾ എന്ത് പറയുക? സ്കാലാർ ക്വാണ്ടിറ്റീസ് എന്ന് പറയുക. അപ്പോൾ എന്തൊക്കെയാണ്? സ്പീഡ്, മാസ്, ടെമ്പറേച്ചർ, ടൈം, പിന്നെ ഡിസ്റ്റൻസിൻ്റെ എക്സാമ്പിൾ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 100 മീറ്റേഴ്സ് അല്ലേ, 100 മീറ്റേഴ്സ് എന്നൊക്കെ പറയാം. അപ്പോൾ ഡിസ്റ്റൻസ്. അത് കഴിഞ്ഞ് എനർജി 500 ജൂൾ എന്നൊക്കെ പറയും അല്ലേ, എനർജി. ഈ കൂട്ടത്തിൽ ഞാൻ ഈ വാല്യൂസ് കൊടുക്കുമ്പോൾ ഇവിടെ യൂണിറ്റും കൂടെ കൊടുത്തിരിക്കുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് ഏതിൻ്റെങ്കിലും യൂണിറ്റ് അറിയില്ലെങ്കിൽ അതും കൂടെ ഒന്ന് ഫെമിലിയർ ആവാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പോൾ എനർജി ജൂൾസിലാണ് നമ്മൾ പറയുക, 500 ജൂൾ. അതല്ലാന്നുണ്ടെങ്കിൽ പവർ നമ്മൾ പറയുന്നത് ഇതിനാണ്, വാട്ട്സിലാണ്. പവർ. അതല്ലെങ്കിൽ വോളിയം 2 ലിറ്റർ, 3 ലിറ്റർ, 5 ലിറ്റർ. അപ്പോൾ വോളിയം. പിന്നെ വരുന്നത് എന്താണ്? ഡെൻസിറ്റി വരും, ഡെൻസിറ്റി. അതുപോലെ തന്നെ പ്രഷറിൻ്റെ
ATM ആണ്. കിലോഗ്രാം പെർ മീറ്റർ ക്യൂബ് ആണ് നമ്മുടെ ഡെൻസിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ എന്താ പറഞ്ഞത്? മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, പക്ഷേ ഡയറക്ഷൻ ഇല്ലാത്ത ക്വാണ്ടിറ്റീസിനെ സ്കാലർ ക്വാണ്ടിറ്റീസ് എന്ന് പറയും. എക്സാമ്പിൾ വരുന്നത് സ്പീഡ് ഉണ്ട്, മാസ് ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, ടൈം ഉണ്ട്, ഡിസ്റ്റൻസ് ഉണ്ട്, എനർജി ഉണ്ട്, പവർ ഉണ്ട്, വോളിയം ഉണ്ട്, ഡെൻസിറ്റി ഉണ്ട്, അതുപോലെ തന്നെ പ്രഷർ ഉണ്ട്. ഇവരുടെ എല്ലാവരുടെയും യൂണിറ്റ്സും കൂടെ നിങ്ങൾ ഫെമിലിയർ അല്ലെങ്കിൽ ഒന്ന് നോക്കി വെക്കാം. ഇനി നമ്മൾ ഇതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന വെക്റ്റർ ക്വാണ്ടിറ്റീസും കൂടെ നോക്കണം. അപ്പോഴാണ് ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവുക. നിങ്ങളും പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് ഓരോ ചാപ്റ്ററിൻ്റെയും ഐഡിയ, ബേസിക് ഐഡിയ നിങ്ങൾ വളരെ കുറച്ച് സമയം എടുത്തു, ഒന്നുകിൽ ഒരു മാരത്തോൺ വീഡിയോ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു നിങ്ങൾ കോച്ചിങ്ങിന് പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ക്ലാസ് കണ്ടിട്ടോ നിങ്ങൾ ബേസിക് ഐഡിയ ഉണ്ടാക്കുക. അത് കഴിഞ്ഞിട്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ മാക്സിമം നമ്പർ ഓഫ് ആ ഏരിയയിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻസും അതിൻ്റെ റിലേറ്റഡ് ഫാക്ടേഴ്സും എടുത്ത് വെച്ചിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. അപ്പോഴാണ് നിങ്ങൾക്ക് ജോലിയിലേക്ക് പെട്ടെന്ന് എത്താൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്? വെക്റ്റർ ക്വാണ്ടിറ്റീസിന് മാഗ്നിറ്റ്യൂഡുമുണ്ട്, അതുപോലെ തന്നെ ഡയറക്ഷനുമുണ്ട്. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒന്നിച്ചുള്ള ക്വാണ്ടിറ്റീസ്, മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഒന്നിച്ചുള്ള ക്വാണ്ടിറ്റീസിനെ നമ്മൾ പറയുന്ന പേരാണ് എന്ത്? വെക്റ്റർ ക്വാണ്ടിറ്റീസ്. അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റീസിൻ്റെ പ്രത്യേകത എന്താണ്? അവർക്ക് മാഗ്നിറ്റ്യൂഡുമുണ്ട്, ഡയറക്ഷനുമുണ്ട്, മാഗ്നിറ്റ്യൂഡുമുണ്ട്, ഡയറക്ഷനുമുണ്ട്. അങ്ങനെ വരുന്ന ക്വാണ്ടിറ്റീസിനെ നമ്മൾ പറയുന്ന പേരാണ് വെക്റ്റർ ക്വാണ്ടിറ്റീസ്. ഇനി വെക്റ്റർ ക്വാണ്ടിറ്റീസിൻ്റെ എക്സാമ്പിൾസും കൂടെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ആവും. അപ്പോൾ നമുക്ക് ആദ്യം വരുന്നത് വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്, ആക്സിലറേഷൻ. ഇത് മൂന്നും വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. നമ്മൾ പഠിച്ചായിരുന്നു സ്പീഡ് എന്ന് പറയുന്നത്, സ്പീഡ് എന്ന് പറയുന്നത് എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്പീഡ് എന്ന് പറയുന്നത് ഒരു സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ അതിൻ്റെ ബാക്കിയായിട്ട് വരുന്ന ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ ഇങ്ങനത്തെ ടേംസ് എല്ലാം തന്നെ എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. അതുപോലെ തന്നെ ഫോഴ്സ്, മൊമെൻറ്റം, വെയിറ്റ്, ഈ ടേംസും ഫോഴ്സ്, മൊമെൻറ്റം, വെയിറ്റ് എല്ലാം തന്നെ എന്താണ്? വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. ഫോഴ്സ്, മൊമെൻറ്റം, വെയിറ്റ് എല്ലാം തന്നെ വെക്റ്റർ ക്വാണ്ടിറ്റീസ് ആണ്. മാസ് നമ്മൾ പറഞ്ഞു എന്താണ്? മാസ് എന്ന് പറയുന്നത് സ്കാലാർ ക്വാണ്ടിറ്റിയാണ്. പക്ഷേ വെയിറ്റ് എന്ന് പറയുന്നത് എന്താണ്? വെയിറ്റ് എന്ന് പറയുന്നത് ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. കാരണം വെയിറ്റ് എന്ന് പറയുമ്പോൾ അവിടെ എന്താണ്? അവിടെ ഗ്രാവിറ്റേഷൻ്റെ ഒരു ഫാക്ടറും കൂടെ വന്നു അല്ലേ? വെയിറ്റ് എന്ന് പറയുമ്പോൾ ഒരു ഗ്രാവിറ്റേഷൻ്റെ ഫാക്ടറും കൂടെ അവിടെ വന്നു. അപ്പോൾ 50 ന്യൂട്ടൺ ടുവേർഡ്സ് ഡൗൺവേർഡ്സിലേക്ക് വരുന്ന ഒരു വെയിറ്റ്, നമ്മുടെ ഭൂമി അതിൻ്റെ സെൻറ്ററിലേക്ക് ഓരോ മാസിനെയും എത്രത്തോളം അട്രാക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ വെയിറ്റ് എന്താണ്? ഒരു വെക്റ്റർ ക്വാണ്ടിറ്റിയാണ്. കാരണം അവിടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ടാണെന്ന് നിങ്ങൾ ഓർക്കുക. അത് കഴിഞ്ഞിട്ട് മാഗ്നറ്റിക് ഫീൽഡ്, ഇലക്ട്രിക് ഫീൽഡ്, ത്രസ്റ്റ്, അതുപോലെ തന്നെ ഡ്രാഗ്, ഇതെല്ലാം തന്നെ എന്തിന് എക്സാമ്പിളാണ്? നമ്മുടെ വെക്റ്റർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിളാണ്. ഓക്കെ അല്ലേ? അപ്പോൾ വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്തൊക്കെയാണ്? വെലോസിറ്റി ഉണ്ട്, ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്, ആക്സിലറേഷൻ ഉണ്ട്, ഫോഴ്സ് ഉണ്ട്, മൊമെൻറ്റം ഉണ്ട്, വെയിറ്റ് ഉണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്, ത്രസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഡ്രാഗ് എന്ന് പറഞ്ഞാൽ പുറകോട്ട് വലിക്കുന്നതിനെയാണ് നമ്മൾ ഡ്രാഗ് എന്ന് പറയുക. ഫ്രണ്ടിലേക്കുള്ളത് മൂവ്മെൻ്റ് ആണ്, അതുപോലെ തന്നെ പുറകിലോട്ട് വലിക്കുന്നതിനെയാണ് നമ്മൾ ഡ്രാഗ് എന്ന് പറയുക. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ വെക്റ്റർ ക്വാണ്ടിറ്റീസിന് എക്സാമ്പിളാണ്. ഇതെല്ലാം തന്നെ പ്രീവിയസ് ഇയറിൽ നമ്മളോട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുമാണ്. അപ്പോൾ ഇത്രയും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമുക്ക് നോട്ട് ചെയ്യാൻ സമയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. ഓക്കെ, ഞാൻ സ്ക്രീനിൽ നിന്ന് മാറിത്തരാം, നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചോളൂ. സോ നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം എന്താണെന്ന്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് ആൻ എയ്റോപ്ലെയിൻ ട്രാവൽഡ് 4000 meter distance and work done is 20,000 joule, the force applied on it. ഒരു എയ്റോപ്ലെയിൻ എന്ത് ചെയ്തു? 4000 മീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്ന സമയത്ത് അത് ചെയ്ത വർക്ക് എന്ന് പറയുന്നത് 20,000 ജൂളാണ്. അങ്ങനെയാണെങ്കിൽ ആ എയ്റോപ്ലെയിനിൽ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ട്? ആ എയ്റോപ്ലെയിനിൽ എത്ര ഫോഴ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. പെട്ടെന്ന് ഞാനൊരു 5 സെക്കൻഡ് സമയം തരാം, നിങ്ങൾ പെട്ടെന്ന് ഇതൊന്ന് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കിയേ. പെന്നും പേപ്പറും എടുക്കേണ്ട ആവശ്യം പോലും ഇല്ല. ബേസിക്കലി കുറച്ച് മാത്സ് ഓക്കെ ആണെങ്കിൽ നമുക്ക് മനക്കണക്ക് ചെയ്യാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. എന്നാലും നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ ആ ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത്
ഞാൻ നിങ്ങൾക്ക് ദിശ അക്കാഡമിയുടെ പുതിയ NTPC കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറഞ്ഞു തരാം. അപ്പോൾ ഇത് ബേസിക്കലി നമ്മളിവിടെ ഓൾറെഡി പഠിച്ചിട്ടുള്ള ആൾക്കാരെയാണ് കേട്ടോ നോക്കുന്നത്. അല്ലാണ്ട് നിങ്ങളൊരു ഫ്രഷർ ആണെങ്കിൽ, അതായത് ഒരു ഐഡിയയും ഇല്ലാത്ത ഒരാളാണെങ്കിൽ എത്രത്തോളം ഈ കോഴ്സ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് പറയാൻ പറ്റില്ല. ഇത് ബേസിക്കലി NTPCയുടെ ഒരു പ്രോ ലെവൽ റിവിഷൻ ബാച്ചാണ്. 50 ഡേയ്സിൻ്റെ സ്റ്റഡി പ്ലാൻ വെച്ച് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നടന്നു പോകുന്ന ഒരു ബാച്ചാണ്. അപ്പോൾ April 2 തന്നെ ഈ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ കഴിഞ്ഞ സെഷൻസിൻ്റെ എല്ലാം തന്നെ റെക്കോർഡഡ് സെഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ഈ കോഴ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു സ്റ്റഡി പ്ലാൻ തരും. ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് പഠിക്കാം. അതിന് പഠിക്കാൻ വേണ്ടി നിങ്ങളെ സഹായിക്കാനായിട്ട് നിങ്ങൾക്ക് വീഡിയോസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. റെക്കോർഡഡ് വീഡിയോസ് ആയിരിക്കും. അപ്പോൾ ഈ റെക്കോർഡഡ് വീഡിയോസും നമ്മുടെ മെറ്റീരിയൽസൊക്കെ ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കാം. അത് കഴിഞ്ഞിട്ട് ഓരോ ദിവസവും ഏതൊക്കെ ടോപ്പിക്കാണോ ആ ടോപ്പിക്കിൻ്റെ എല്ലാം തന്നെ ലൈവായിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസ്, ആ ടോപ്പിക്കിൻ്റെ എല്ലാം ലൈവായിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷൻസും കൂടെ നിങ്ങൾക്ക് നടക്കുന്ന രീതിയിലായിരിക്കും ഇത് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ 50 ഡേയ്സ് സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഏറ്റവും കൂടുതൽ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളായിരിക്കും നമ്മൾ ഈ കോഴ്സിൽ കവർ ചെയ്യുന്നത്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ ഈ 8075753676 എന്ന നമ്പറിലേക്കോ അതല്ലെങ്കിൽ 7012615062 എന്നുള്ള നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ നമ്മുടെ അക്കാഡമിക് കൗൺസിലേഴ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരും. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾ ചോദിച്ചാൽ മതി. അപ്പോൾ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യനിലേക്ക് തിരിച്ചു വരാം. ഇത് ചെയ്ത് കഴിഞ്ഞോ? ചെയ്ത് കഴിഞ്ഞോടാ? ഓക്കെ. സോ ഫസ്റ്റ് നമ്മൾ അറിയേണ്ടത് ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നാണ്. ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വിചാരിച്ചോളൂ. ഓക്കെ. ഈ ഒബ്ജക്റ്റിലേക്ക് നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അതായത് ഇപ്പോൾ ഈ ബോർഡിനെ ഞാൻ ഇങ്ങോട്ട് തള്ളാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. ഇപ്പോൾ ഈ സാധനത്തിന് ഞാൻ എന്ത് ചെയ്യുന്നു? തള്ളുന്നു അല്ലേ, ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഇരുന്ന സാധനം എന്ത് ചെയ്തു? മൂവ് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക് മാറി അല്ലേ. ഇവിടെ ഇരിക്കുന്ന സാധനം നമ്മൾ ഇവിടെ നിന്ന് തള്ളുമ്പോൾ എന്ത് ചെയ്യും? മൂവ് ചെയ്തിട്ട് ഇപ്പുറത്തേക്ക്. ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ തള്ളുന്ന സമയത്ത് ഈ ഒബ്ജക്റ്റ് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് മൂവ് ചെയ്ത് ഇപ്പുറത്തേക്ക് മാറും അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഒബ്ജക്റ്റ് മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? ഇപ്പുറത്തേക്ക് മാറുന്നു. അതായത് അതിന് എന്തുണ്ടാവുന്നു? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്തുണ്ടായി? ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി. എന്തുണ്ടായി? ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി അല്ലേ. അപ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ട്, ഒരു പെട്ടിയുണ്ട്. ഈ പെട്ടിയെ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് തള്ളി. അതായത് ആ പെട്ടിയിലേക്ക് ഞാൻ എന്ത് ചെയ്തു? ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. ഈ ഫോഴ്സ് അപ്ലൈ ചെയ്തപ്പോൾ ഇവിടെ ഇരുന്ന പെട്ടി എന്ത് ചെയ്തു? ഇവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് പോയി. ഇവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് എന്ത് ചെയ്തു? ഇപ്പുറത്തേക്ക് ഒരു സെക്കൻഡ് പൊസിഷനിലേക്ക് പോയി. അങ്ങനെ മൂവ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും? അതിന് ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടായി എന്ന് പറയും. എന്തുണ്ടായെന്ന് പറയും? ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായെന്ന് പറയും. അപ്പോൾ ഈ നമ്മുടെ ബോക്സിൽ ഞാൻ ചെയ്ത വർക്ക് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് പറയണമെങ്കിൽ എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാമോ? ഞാൻ ചെയ്ത ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ, ഞാൻ അപ്ലൈ ചെയ്ത ഫോഴ്സ്, ഞാൻ അപ്ലൈ ചെയ്ത് എങ്ങോട്ടാണ്? ഇങ്ങോട്ടേക്കാണ്. ഈ ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ ഈ ഒബ്ജക്റ്റ് എത്ര മൂവ് ചെയ്തിട്ടുണ്ടോ അത് ബേസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ എന്ത് പറയുക? വർക്ക് ഡൺ പറയുക. അപ്പോൾ വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റിനെയാണ് ഞാൻ എന്ത് പറയുക? വർക്ക് എന്ന് പറയുക. വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്തതാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താണ്? ഞാൻ ഏത് ഡയറക്ഷനിലാണോ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്നത് ആ ഡയറക്ഷനിലേക്ക് തന്നെ മൂവ് ചെയ്യണം. അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ബാക്കിലേക്ക് വരില്ല അല്ലേ. അപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത ഫോഴ്സിൻ്റെ ഡയറക്ഷനിൽ വേണം ഇത് മൂവ് ചെയ്യാൻ. ജസ്റ്റ് ഈ ഫോർമുല വെച്ചിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഈ പ്രോബ്ലം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എങ്ങനെയാണ് ചെയ്യുക? വർക്ക് ഡൺ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്? 20,000 ജൂളാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. ഫോഴ്സ് നമ്മൾ കണ്ടുപിടിക്കണം. ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാവൽ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 4000 ആണെന്ന് തന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യാം? 0 0 0 ക്യാൻസൽ ചെയ്യാം. എഫ് എന്ന് പറയുന്നത് 20/4 എന്ന് കിട്ടും. അതായത് 5 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ 5 ന്യൂട്ടൺ. ഓപ്ഷൻ എ ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. എന്താ നമ്മൾ ചെയ്തത്? വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ വർക്ക് നമുക്ക് തന്നിട്ടുണ്ട് 20,000 ജൂളാണ്. അതിനെ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആയിട്ടുള്ള 4000 നമ്മൾ ഇട്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? എഫ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഇത് ആർക്കെങ്കിലും മനസ്സിലായില്ലെങ്കിൽ എന്താണ്? 20,000 എന്ന് പറയുന്നത് എഫ് ഇൻറ്റു 4000 ആണ്. അപ്പോൾ അവിടെ നിന്ന് എഫ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യണം? ഈ 20,000നെ 4000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം അല്ലേ. അപ്പോൾ 20,000 by
4000 ചെയ്തു. 0 0 0 ക്യാൻസലായിപ്പോയി. ബാക്കി നമുക്ക് 20/4 ഉള്ളൂ. അപ്പോൾ 5 ന്യൂട്ടൺ എന്ന് ആൻസർ കിട്ടും. ഫോഴ്സ് ആയതുകൊണ്ട് ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. നമുക്ക് 5 ന്യൂട്ടൺ എന്ന് ആൻസർ കിട്ടും. അപ്പോൾ ഇങ്ങനെയാണ് ഈ പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് പോവാം, നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് ക്വസ്റ്റ്യൻ. A boy raises a box with a weight of 120 Newton through a height of 2 meter. The work done by the boy is. അപ്പോൾ പറയുന്നത് എന്താണ്? ഒരു ആൺകുട്ടി എന്ത് ചെയ്തു? ഒരു വെയ്റ്റിനെ 120 ന്യൂട്ടൺ ഒരു ഫോഴ്സ് ഉപയോഗിച്ച് പൊക്കി അല്ലേ? ഒരു വെയ്റ്റിനെ 120 ന്യൂട്ടൺ ഫോഴ്സ് ഉപയോഗിച്ച് പൊക്കിയത് എത്ര ഹൈറ്റിലേക്കാണ്? 2 മീറ്റർ ഹൈറ്റിലേക്കാണ്. 2 മീറ്റർ ഹൈറ്റിലേക്കാണ്. അങ്ങനെയാണെങ്കിൽ അയാൾ എത്ര വർക്ക് ചെയ്തു എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു, ഒരു ഒബ്ജക്റ്റിൽ നമ്മൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് മൂവ് ചെയ്തതാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? എത്ര ഡിസ്റ്റൻസ് മൂവ് ചെയ്തതോ അതിനെ ഫോഴ്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നതാണ് വർക്ക് ഡൺ എന്ന് പറഞ്ഞു. പക്ഷേ നമ്മളൊരു സാധനത്തിനെ താഴെ നിന്ന് മുകളിലേക്ക് ഉയർത്തുമ്പോൾ, താഴെ ഇരിക്കുന്ന സാധനത്തിനെ മുകളിലേക്ക് ഉയർത്തുമ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് ആർക്ക് എഗെയിൻസ്റ്റ് ആയിട്ടാണ്? നമ്മുടെ താഴേക്ക് വലിക്കുന്ന ഗ്രാവിറ്റേഷണൽ പുള്ളിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള വർക്കാണ് നമ്മൾ ചെയ്യുന്നത് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുത്തെ ഫോഴ്സിനെ mg ആയിട്ടാണ് കൺസിഡർ ചെയ്യുക. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നതിന് നമുക്ക് മറ്റൊരു ഫോർമുലയുണ്ട്, mgh. ഇത് തന്നെയാണ് പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുലയും. അപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് F.D അല്ലെങ്കിൽ നമുക്ക് mgh എന്ന് എടുക്കാം. നമ്മളൊരു ഹൈറ്റിലേക്ക് ഒരു സാധനങ്ങളെ ഉയർത്തുന്ന സമയത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നത് mgh എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഇതിനകത്ത് വെയിറ്റ് എന്ന് പറയുന്ന mg 120 ന്യൂട്ടൺ ആണ് നമുക്ക് തന്നിട്ടുണ്ട്. mg എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസ് ഇൻറ്റു ഗ്രാവിറ്റേഷൻ ആണ്. നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞു അതെന്താണ്? വെയിറ്റ് ആണ്. അപ്പോൾ അത് എത്രയാണെന്ന് നമ്മൾ പറഞ്ഞു? 120 ന്യൂട്ടൺ ആണെന്ന് പറഞ്ഞു. 120 ന്യൂട്ടൺ ആണെന്ന് ഡയറക്റ്റ് mgയുടെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഹൈറ്റും തന്നിട്ടുണ്ട്. എന്താണ്? 2 മീറ്റർ ആണ് തന്നിട്ടുണ്ട്. അപ്പോൾ mgയും അതുപോലെ തന്നെ ഹൈറ്റും നമുക്ക് കിട്ടിയത് കൊണ്ട് നമ്മൾ ഇനി എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ 120 ഇൻറ്റു 2 ചെയ്യുമ്പോൾ നമുക്ക് 240 ജൂൾ എന്ന് ആൻസർ കിട്ടും. 240 ജൂൾ. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. നമ്മൾ എന്താ പറഞ്ഞത്? വർക്ക് എന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അതുപോലെ തന്നെ നമ്മളൊരു സാധനത്തിന് ഒരു പെർട്ടിക്കുലർ ഹൈറ്റിലേക്ക് ഉയർത്തുകയാണെങ്കിൽ നമ്മൾ അവിടെ ഉപയോഗിക്കുന്ന ഫോർമുല mgh എന്നുള്ളതാണ്. mgh എന്നുള്ളതാണ്. ഇതിനകത്ത് മാസ് ഇൻറ്റു ഈ g എന്ന് പറയുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്. അതാണ് വെയിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇവിടെ 120 ന്യൂട്ടൺ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് mgയുടെ വാല്യൂ 120 ആണ്. ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. mgh എന്ന് പറയുമ്പോൾ 120 ഇൻറ്റു 2 ചെയ്താൽ മതി. നമുക്ക് എന്ത് കിട്ടും? 240 ജൂൾസ്. ഓപ്ഷൻ സി നമ്മുടെ കറക്റ്റ് ആൻസർ ആയിട്ട് കിട്ടും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് പൈ ആൻഡ് സിഗ്മ ബോണ്ട്സ് ഇൻ ബെൻസീൻ? ബെൻസീനിലുള്ള സിഗ്മ ബോണ്ടുകളുടെയും പൈ ബോണ്ടുകളുടെയും എണ്ണം എത്രയാണ്? ബെൻസീനിലുള്ള സിഗ്മ ബോണ്ടുകളുടെയും പൈ ബോണ്ടുകളുടെയും എണ്ണം എത്രയാണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ കെമിസ്ട്രി അറിയുന്നവർക്ക് തന്നെ അറിയാം, ബെൻസീൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മോളിക്യൂളാണ്. അപ്പോൾ അതിൻ്റെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് C6H6 എന്നുള്ളതാണ്. C6H6 ആണ് ബെൻസീൻ. സോ ഇതിൻ്റെ ആൻസർ പെട്ടെന്ന് നിങ്ങളൊന്ന് ചെയ്തേ. അറിയുന്ന ആൾക്കാർ ഇപ്പോൾ തന്നെ കമൻറ്റ് ചെയ്യുക. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് സിഗ്മ ആൻഡ് പൈ ബോണ്ട്സ് ഇൻ ബെൻസീൻ? ഓക്കെ, സോ സിഗ്മ ബോണ്ടും പൈ ബോണ്ടും എന്താണെന്ന് അറിയാത്തവർക്കോ അല്ലെങ്കിൽ മറന്നു പോയവർക്കോ ഞാൻ ജസ്റ്റ് അതൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ എന്താണ് സിഗ്മ ബോണ്ട്, അതുപോലെ തന്നെ എന്താണ് പൈ ബോണ്ട്? നമ്മൾ ആക്ച്വലി ഇതിൻ്റെ ഓവർലാപ്പിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറയാനുണ്ട്. പക്ഷേ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഏത് രണ്ട് എലമെൻറ്റ്സ് തമ്മിലും, ഏത് രണ്ട് ആറ്റംസ് തമ്മിലും ഉണ്ടാകുന്ന ആദ്യത്തെ ബോണ്ട് സിഗ്മ ബോണ്ടാണ്. അതായത് ഇപ്പോൾ ഫ്ലൂറിൻ്റെ ഇടയിൽ ഒരു ബോണ്ടേ ഉള്ളൂ, അതൊരു സിഗ്മ ബോണ്ടായിരിക്കും. കമ്പൽസറിലി അതൊരു സിഗ്മ ബോണ്ടായിരിക്കും. ഇപ്പോൾ ക്ലോറിനും രണ്ട് ക്ലോറിൻ തമ്മിൽ ബോണ്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു സിംഗിൾ ബോണ്ടേ ഉണ്ടാവാറുള്ളൂ. അപ്പോൾ ഈ ബോണ്ടും എന്ത് ബോണ്ട് തന്നെയാണ്? നമ്മുടെ സിഗ്മ ബോണ്ടാണ്. ഇനി ഓക്സിജൻ നോക്കാം.
ഓക്സിജനിൽ 2 ബോണ്ടുണ്ട്. എപ്പോഴും ഈ ആദ്യത്തെ 2 ഓക്സിജൻ തമ്മിൽ ഫോം ചെയ്യുന്ന ഒരു ബോണ്ട് സിഗ്മ ബോണ്ട് ആയിരിക്കും. എത്ര ബോണ്ടുകൾ ഉണ്ടെങ്കിലും ഒരു ബോണ്ട് സിഗ്മ ബോണ്ട് ആയിരിക്കും, ബാക്കി എല്ലാ ബോണ്ടുകളും പൈ ബോണ്ട് ആയിരിക്കും. അപ്പോൾ ഇവിടെ ഓക്സിജൻ്റെ ഇടയിൽ 2 ബോണ്ടുകളുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും അതിനകത്ത് ഒരെണ്ണം സിഗ്മ ബോണ്ട് ആയിരിക്കും. അപ്പോൾ ഓട്ടോമാറ്റിക്കലി രണ്ടാമത്തത് എന്തായിട്ട് മാറും? പൈ ബോണ്ടായിട്ട് മാറും. ഓക്കെ, ഇനി നമ്മൾ നൈട്രജൻ്റെ കേസ് എടുത്തു. നൈട്രജൻ്റെ ഇടയിൽ ട്രിപ്പിൾ ബോണ്ടാണുള്ളത്. അപ്പോൾ ഇവിടെയും നമ്മൾ അറിയേണ്ട കാര്യം, ഒറ്റ ബോണ്ട് മാത്രമേ സിഗ്മ ബോണ്ട് ഉണ്ടാവൂ. എപ്പോഴും ആദ്യം ഫോം ചെയ്യുന്ന ബോണ്ട് സിഗ്മ ബോണ്ടാണ്. പക്ഷെ സിഗ്മ ബോണ്ട് ഒരു പ്രാവശ്യമേ ഫോം ചെയ്യത്തുള്ളൂ. അപ്പോൾ N ട്രിപ്പിൾ ബോണ്ട് N ആണ്. ആദ്യത്തെ ബോണ്ട് സിഗ്മ ബോണ്ടാണ്. ഇതിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വരുന്ന ബോണ്ടുകൾ എന്ത് ബോണ്ടുകളാണ്? പൈ ബോണ്ടുകളാണ്. ഇതിൻ്റെ മുകളിലും താഴെയും വരുന്ന ബോണ്ടുകൾ പൈ ബോണ്ടുകളായിരിക്കും. അപ്പം നിങ്ങൾ ഓർക്കുക, ഒരു സിംഗിൾ ബോണ്ട് എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ അവിടെ ഒരു സിഗ്മ 0 പൈ ബോണ്ടുകളാണ് ഉള്ളത്. ഇനി ഡബിൾ ബോണ്ട് കാണുകയാണെങ്കിൽ, 2 എലമെൻസിൻ്റെ ഇടയിൽ ഡബിൾ ബോണ്ട് കാണുകയാണെങ്കിൽ അവിടെ ഒരു സിഗ്മയും ഉണ്ടാവും, ഒരു പൈ ബോണ്ടും ഉണ്ടാവും. ഇനി 2 എലമെൻസിൻ്റെ ഇടയിൽ നമ്മൾ ട്രിപ്പിൾ ബോണ്ട് കാണുകയാണെങ്കിൽ അവിടെ നമ്മൾ മനസ്സിലാക്കണം, അവിടെയും ഒരു സിഗ്മയേ ഉള്ളൂ, പക്ഷേ 2 പൈ ബോണ്ട് ഉണ്ടാവും. ഇത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എപ്പോഴും 2 ആറ്റംസിൻ്റെ ഇടയിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ഒരു സിഗ്മയും പൈ ബോണ്ട് ഉണ്ടാവില്ല. ഡബിൾ ബോണ്ട് ആണെങ്കിൽ ഒരു സിഗ്മയും ഒരു പൈ ബോണ്ടും, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ ഒരു സിഗ്മ ഉണ്ടാവും, 2 പൈ ബോണ്ടും ഉണ്ടാവും. ഇത് നമ്മൾ ഓർത്ത് വെക്കുക. ഇനി നമ്മൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി അറിയേണ്ടത് ബെൻസീനിൻ്റെ സ്ട്രക്ചറാണ്. അപ്പോൾ ഇത് എഴുതി വെക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓരോ പ്രാവശ്യവും ഞാൻ ബോർഡിൻ്റെ അടുത്തുനിന്ന് മാറിത്തരുന്ന സമയത്ത് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് തീരെ എഴുതാൻ സമയം കിട്ടിയില്ലെങ്കിലോ കംപ്ലീറ്റ് ആയില്ലെങ്കിലോ ഉള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. മാക്സിമം നിങ്ങൾ നോട്ട് എഴുതി തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യണം കേട്ടോ. സോ ഞാനിത് മായ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ബെൻസീൻ്റെ സ്ട്രക്ചർ അറിയണം. ബെൻസീൻ്റെ സ്ട്രക്ചർ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ടായിരിക്കുന്നതാ. ഇങ്ങനെയാണ് ബെൻസീനിൻ്റെ സ്ട്രക്ചർ വരിക. പക്ഷേ ഇങ്ങനത്തെ സ്ട്രക്ചർ വെച്ച് നമ്മൾ ഈ പ്രോബ്ലംസ് ചെയ്യുന്ന സമയത്ത് അത് തെറ്റിപ്പോവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ എപ്പോഴും ബെൻസീൻ്റെ ഒക്കെ സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ, അല്ലെങ്കിൽ ബോണ്ടുകൾ എണ്ണാൻ വേണ്ടി സ്ട്രക്ചർ വരയ്ക്കുമ്പോൾ കംപ്ലീറ്റ് സ്ട്രക്ചർ തന്നെ വരയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കണം. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ബെൻസീൻ ആണെന്നുണ്ടെങ്കിൽ ബെൻസീൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ്? കാർബൺ ഓക്കെ, ഇങ്ങനെ 6 കാർബൺസ് ഉണ്ടാവും അല്ലേ? ഈ 6 കാർബണിനെയാണ് ഓരോ ജോയിൻറ്റും റെപ്രസെൻ്റ് ചെയ്യുന്നത്. 6 കാർബണുകളെയാണ്. ഇനി ഓരോ കാർബണിൻ്റെ ഇടയിലും ഓൾട്ടർനേറ്റ് ആയിട്ട് ഡബിൾ ബോണ്ടുകൾ ഉണ്ടാവും. ഇനി നമ്മൾ കാർബണിൻ്റെ ബോണ്ട് എണ്ണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ഓരോ കാർബണിൻ്റെയും 3 വാലൻസികൾ മാത്രമേ ഫില്ലായിട്ടുള്ളൂ. കാർബണിന് 4 വാലൻസി ഉണ്ട്. അപ്പോൾ നാലാമത്തേത് ഹൈഡ്രജൻ കൊണ്ട് ഫില്ല് ചെയ്യും. കാരണം ബെൻസീനിൽ എന്തേ ഉള്ളൂ? C6H6 ആണ്, 6 ഹൈഡ്രജനും കൂടെ ഉണ്ട്. അപ്പോൾ 6 ഹൈഡ്രജൻ കൊണ്ട് ഫില്ല് ചെയ്യും. ഒന്നുകിൽ ഇങ്ങനെ വരയ്ക്കാം, അല്ലെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് ഇങ്ങനെ ഹൈഡ്രജൻ ഇട്ട് കൊടുത്തിട്ട് വരയ്ക്കാം. നിങ്ങൾക്ക് കെമിസ്ട്രി എത്രത്തോളം അറിയാം എന്നുള്ളതനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഈ സ്ട്രക്ചറോ വരയ്ക്കാം. കെമിസ്ട്രി ബേസ് കുറവുള്ളവരാണെങ്കിൽ കംപ്ലീറ്റ് സ്ട്രക്ചർ വരയ്ക്കുന്നതായിരിക്കും എപ്പോഴും ആൻസർ തെറ്റിപ്പോവാനുള്ള സാധ്യത കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ലത്. ഇനി നിങ്ങൾക്ക് ബോണ്ട് വരയ്ക്കാനൊന്നും അറിയത്തില്ലെങ്കിൽ എനിക്ക് ഈ ക്വസ്റ്റ്യനിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതിന് തൽക്കാലത്തേക്ക് ലിമിറ്റേഷൻ ഉണ്ട്. നമ്മുടെ കോഴ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇത് പറഞ്ഞു തരാനുള്ള സമയം ഉണ്ടാവും. പക്ഷേ ഒരുപാട് ആൾക്കാർ അറിയണ കുട്ടികളും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് നമ്മൾ മോളിക്കുലാർ സ്ട്രക്ചേഴ്സ് വരയ്ക്കുന്നതെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കുക. ഇത് അറിയത്തില്ലെങ്കിൽ ഐ എം റിയലി സോറി കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കിനി എന്ത് ചെയ്യാം? ഇവിടെ നിന്ന് എണ്ണിയെടുക്കാം. എങ്ങനെ എണ്ണാം? എല്ലാ സിംഗിൾ ബോണ്ടുകളും സിഗ്മ ബോണ്ടാണ്. അപ്പോൾ എത്ര സിംഗിൾ ബോണ്ട് ഉണ്ട്? ഓരോ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഇടയിൽ നമുക്ക് എന്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും? സിംഗിൾ ബോണ്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റില്ലേ? അപ്പോൾ 1 2 3 4 5 6 ഓൾറെഡി കാർബണിൻ്റെ ഹൈഡ്രജൻ്റെ ഇടയിൽ തന്നെ 6 സിഗ്മ ബോണ്ട് നമുക്ക് കിട്ടി. ഇനി നോക്കിയേ, എല്ലാ കാർബണിൻ്റെ ഇടയിൽ നമുക്ക് ഓരോ സിഗ്മ ബോണ്ടുകൾ ഫോം ചെയ്തിട്ടുണ്ടാവും. എല്ലാ കാർബണിൻ്റെ ഇടയിലും 2 ആറ്റംസ് ബോണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവരുടെ എല്ലാം ഇടയിൽ എന്തുണ്ടാവും? ഓരോ സിഗ്മ ബോണ്ട് ഉണ്ടാവും. സോ 1 2 3 4 5 6 വീണ്ടും ഒരു 6 ബോണ്ടുകൾ. അപ്പോൾ 6 മൊത്തം
12 സിഗ്മ ബോണ്ടുകൾ നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി നോക്കിയേ, ഓരോ ഡബിൾ ബോണ്ടിനെയും നമ്മൾ ഡബിൾ ബോണ്ടുകളുടെ ഓരോ ബോണ്ടും എന്താണ്? പൈ ബോണ്ടാണ്. അപ്പോൾ മൊത്തം 3 പൈ ബോണ്ട്, 12 സിഗ്മ ബോണ്ടും 3 പൈ ബോണ്ടുമാണ് നമുക്ക് ബെൻസീനിലുള്ളതെന്ന് മനസ്സിലാക്കാം. എത്രയാണ്? 12 സിഗ്മ ബോണ്ടും അതുപോലെ തന്നെ 3 പൈ ബോണ്ടുമാണ് ഒരു ബെൻസീനിലുള്ളതെന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാം. നമ്മൾ എന്താ ചെയ്തത് ഞാൻ ഒന്നും കൂടെ പെട്ടെന്ന് പറയാം. നിങ്ങൾ ഓൾറെഡി മനസ്സിലായവരാണെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്തോളൂ. മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറയുകയാണ്. നമ്മൾ ബെൻസീനിൻ്റെ സ്ട്രക്ചർ വരച്ചു, ഡബിൾ ബോണ്ടുകൾ വരച്ചു, ഇവിടെയെല്ലാം ഹൈഡ്രജൻ ഉണ്ടെന്ന് നമ്മൾ മാർക്ക് ചെയ്തു അല്ലേ, ഹൈഡ്രജൻസ് ഉണ്ടെന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ബോണ്ട് എണ്ണുന്നു. ഏത് ആറ്റത്തിൻ്റെ ഇടയിലും വരുന്ന സിംഗിൾ ബോണ്ടുകളെല്ലാം തന്നെ എന്താണ്? സിഗ്മ ബോണ്ടാണ്. ഇനി ഡബിൾ ബോണ്ട് ഉണ്ടെങ്കിലും അതിൻ്റെ ഒരു ബോണ്ട് സിഗ്മ ബോണ്ട് ആയിരിക്കും, രണ്ടാമത്തെ ബോണ്ട് മാത്രമേ പൈ ബോണ്ട് വരൂ. ഇവിടെ നമുക്ക് 3 ഡബിൾ ബോണ്ട് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമുക്ക് 3 പൈ ബോണ്ട് ഉണ്ടെന്ന് ആദ്യം തന്നെ മനസ്സിലാക്കാം. പക്ഷേ നമ്മുടെ എല്ലാ ഓപ്ഷനിലും 3 പൈ ബോണ്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് സിഗ്മ ബോണ്ടുകൾ എണ്ണിയേ പറ്റൂ. അപ്പോൾ സിഗ്മ ബോണ്ടുകൾ എങ്ങനെ എണ്ണും? എല്ലാ കാർബണിൻ്റെയും ഹൈഡ്രജൻ്റെയും ഇടയിലുള്ള ബോണ്ടുകൾ സിഗ്മ ബോണ്ടുകളാണ്. അതുപോലെ തന്നെ ഇവിടുത്തെ ഈ ബോണ്ട് ഇതെല്ലാം തന്നെ സിഗ്മ ബോണ്ടാണ്. അപ്പോൾ മൊത്തം 12 സിഗ്മ ബോണ്ടുകൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻ എലമെന്റ് എ ഫോം ഓക്സൈഡ് വിത്ത് ഫോർമുല Al2O3. വാട്ട് ഈസ് ദ വാലൻസി ഓഫ് എലമെന്റ് എ? എ എന്ന് പറയുന്ന ഒരു എലമെന്റ് ഒരു ഓക്സൈഡ് ഫോം ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഫോർമുല Al2O3 എന്നാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ എ എന്ന് പറയുന്ന എലമെൻറ്റിൻ്റെ വാലൻസി എന്തായിരിക്കും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ആൻസർ അറിയുന്നവർ പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞേ. ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ നമുക്ക് എക്സാംസിന് NTPC അതുപോലെ തന്നെ ALP പോലുള്ള എക്സാമുകൾക്കെല്ലാം ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. നിങ്ങൾ ഒരിക്കലും ഏറ്റവും എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും അല്ലെങ്കിൽ പ്രോബ്ലംസ് ഉണ്ടാവില്ല എന്നൊന്നും എക്സ്പെക്റ്റ് ചെയ്യരുത്. ഒരു മിനിമം എമൗണ്ട് ഓഫ് നോളജ് നിങ്ങൾക്ക് ആവശ്യമുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും എപ്പോഴും നമ്മുടെ എക്സാമിന് ചോദിക്കുക കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇതിൻ്റെ ആൻസർ ഒന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞേ. പെട്ടെന്ന് പറഞ്ഞ ആൻസർ. ഓക്കെ, അപ്പം ഞാൻ പറയട്ടെ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വാലൻസി വെച്ചിട്ട് കെമിക്കൽ ഫോർമുല എഴുതേണ്ടതാണ് നമ്മളിവിടെ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഓക്കെ, സിമ്പിളായിട്ട് ഞാൻ പറയാം. ഇപ്പോൾ എലമെൻറ്റ് എയും ഉണ്ട് ബിയും ഉണ്ട്. ഓക്കെ, അല്ലെങ്കിൽ എയും ഓയും കൊടുക്കാം. ഓക്കെ, എയും ഉണ്ട്, ഓക്സൈഡ് ആയതുകൊണ്ട് ഓയും ഉണ്ട്. നമുക്ക് തന്നിട്ടുള്ള ഫോർമുല Al2O3 ആണ്, അല്ലെങ്കിൽ A2O3 എന്നാണ്. ഇതിന് നമുക്ക് A2O3 എന്ന് തന്നെ ആക്കാം, A2O3 എന്നാക്കാം, അല്ലെങ്കിൽ Al2O3 എന്നാക്കാം. അത് അലുമിനിയം ഓക്സൈഡ് എന്നാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ A2O3 അതിൻ്റെ അർത്ഥം എന്താണ്? 2 A ഉണ്ട്, അതുപോലെ തന്നെ 3 O ഉണ്ട് അല്ലേ. ഇത് ഓക്സൈഡാണ്. അപ്പോൾ A2O3 എന്ന് പറയുന്ന ഫോർമുലയിലാണ് ഈ സാധനം ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇനി ഇതിൻ്റെ വാലൻസി അറിയണമെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് എന്ത് ചെയ്താൽ മതി എന്നറിയാമോ? ഇതിനെ ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ മതി. ഈ 2നെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുക, ഈ 3നെ നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുക. ഓക്കെ, അപ്പോൾ വാലൻസി എന്താണ്? എയുടെ വാലൻസി 3ഉം അതുപോലെ തന്നെ ഓയുടെ വാലൻസി 2ഉം ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. അത് ഏതാണെങ്കിലും അങ്ങനെ തന്നെയാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ MgCl2 എന്ന് പറയുമ്പം ഒരു Mg ആണ് അല്ലേ, Mg ഒരെണ്ണമാണ്, ക്ലോറിൻ 2 എണ്ണമാണ്. അങ്ങനെയാണെങ്കിൽ വാലൻസി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഉള്ള നമ്പറിനെ ഇങ്ങോട്ടേക്ക് മാറ്റുക. അപ്പം മഗ്നീഷ്യത്തിൻ്റെ വാലൻസി 2 ആണ്. ഇനി ക്ലോറിൻ്റെ വാലൻസി എന്താണ്? ഇവിടെ ഉള്ള നമ്പറിനെ ഇപ്പുറത്തേക്ക് മാറ്റുക. ക്ലോറിൻ്റെ വാലൻസി 1 ആണ്. അപ്പോൾ ക്ലോറിൻ ഇലക്ട്രോനെഗറ്റീവ് എലമെൻ്റ് ആയതുകൊണ്ട് -1ഉം ഇവിടുത്തത് +2ഉം. ഓക്സിഡേഷൻ സ്റ്റേറ്റും വാലൻസിയും ഒക്കെ എഴുതാനും നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം കേട്ടോ. അപ്പോൾ MgCl2 നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാം? വാലൻസി ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഞാൻ നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ തരാം, അതൊന്ന് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ആൻസർ ജസ്റ്റ് കമൻറ്റ് ചെയ്തിട്ടിരുന്നാൽ മതി. സോ NaCl സോഡിയത്തിൻ്റെ വാലൻസി, NaCl
സോഡിയത്തിൻ്റെ വാലൻസി എത്രയാണ്, NaCl സോഡിയത്തിൻ്റെ വാലൻസി എത്രയാണെന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയിട്ട് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ എന്തായാലും ഉള്ളത് Al2O3 ആണ്, അല്ലെ Al2O3 ആണ്. അപ്പോൾ നമുക്ക് അലുമിനിയത്തിൻ്റെ വാലൻസി 3 കിട്ടും, ഓക്സിജൻ്റെ അത് 2 കിട്ടും. സോ ഇവിടെ പ്ലസ് മൈനസ് ഒന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് നമുക്ക് എന്ത് മനസ്സിലാക്കാം, ഓപ്ഷൻ B 3 ആണ് കറക്റ്റ് ആൻസർ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്യാൻ ഞാൻ പറഞ്ഞു ഒരു 10ാം ക്ലാസ് വരെയെങ്കിലുമുള്ള ബേസിക് കെമിസ്ട്രി ഫിസിക്സ് നോളജൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ നിങ്ങൾ കൂടുതലൊന്നും പഠിക്കാൻ പറ്റിയില്ലെങ്കിലും ടെക്സ്റ്റ് ബുക്കുകളെങ്കിലും വായിച്ച് പഠിക്കാനുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഓക്കെ, അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഉറപ്പ് വരുത്തുക, എന്നാൽ മാത്രമേ നമുക്ക് ഈ എക്സാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. മിനിമം ഒരു സയൻസ് നോളജ് എക്സ്പെഷ്യലി റെയിൽവേ എക്സാംസ് നമ്മളിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. കുറേ ആൾക്കാർക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണിത്, വളരെ കുറച്ച് ആൾക്കാർ മറന്നു പോയിട്ടുണ്ടായിരിക്കും. നിങ്ങൾ അങ്ങനെയുള്ളവർ എന്ത് ചെയ്യുക, ഏതെങ്കിലും വീഡിയോസൊക്കെ കണ്ടിട്ട് പഠിക്കുക, യൂട്യൂബ് വീഡിയോസോ ചാപ്റ്റർ എടുക്കുന്ന വീഡിയോസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കണ്ടിട്ട് പഠിക്കുക. ഇനി അത് തീരെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കോഴ്സൊക്കെ ചിന്തിക്കാവുന്ന കാര്യമാണ്. നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് വല്ല ഓഫ്ലൈൻ സെൻറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതോ ഇല്ലെങ്കിൽ ഓൺലൈൻ കോഴ്സുകളോ നമ്മുടെ തന്നെ കോഴ്സോ അങ്ങനെ എന്തെങ്കിലും എടുത്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പത്തിൽ ഇത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ടെക്സ്റ്റ് ബുക്ക് സ്വന്തമായിട്ട് വായിച്ച് പഠിക്കാൻ പറ്റുമെങ്കിൽ സയൻസിന് അതും ഓക്കെയാണ്. ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ച് പഠിച്ചതിന് ശേഷം NCERT ടെക്സ്റ്റ് ബുക്ക് മാക്സിമം റെയിൽവേ എക്സാമൊക്കെ ആകുമ്പോൾ NCERT ടെക്സ്റ്റ് ബുക്കുകൾ വായിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക. അതിനുശേഷം നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ബാങ്കുകൾ എടുത്തു വെച്ചിട്ട് ഓരോ ഏരിയയിലെയും മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ല സ്കോർ വാങ്ങാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ അതിന് കുറച്ച് എഫേർട്ട് ഇടേണ്ട ആവശ്യമുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. ദ അറ്റോമിക് നമ്പർ ഓഫ് മഗ്നീഷ്യം ഈസ് 12. വാട്ട് വിൽ ബി ഇറ്റ്സ് വാലൻസി? മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12 ആണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ വാലൻസി എന്താണെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. മഗ്നീഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 12 ആണ്. അങ്ങനെയാണെങ്കിൽ മഗ്നീഷ്യത്തിൻ്റെ വാലൻസി എന്താണ്? പെട്ടെന്ന് ആൻസർ അറിയുന്നവർ കമൻറ്റ് ചെയ്തോളൂ. പെട്ടെന്ന് പറഞ്ഞേ. ഓക്കെ, ഞാൻ പറയാം. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതേണ്ടതെന്ന് ആദ്യം അറിയണം. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഒരു ആറ്റത്തിൻ്റെ നടുക്കൊരു ഭാഗമുണ്ട്, അതിനെ നമ്മൾ ന്യൂക്ലിയസ് എന്ന് വിളിക്കും. ന്യൂക്ലിയസിനകത്ത് പോസിറ്റീവ് ചാർജുള്ള ആൾക്കാരുണ്ട്, അവരെ നമ്മൾ പ്രോട്ടോൺസ് എന്ന് വിളിക്കും. അതുപോലെ തന്നെ ചാർജ് ഇല്ലാത്ത ചാർജ്ലെസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, അവരെ നമ്മൾ ന്യൂട്രോൺസ് എന്ന് വിളിക്കും. നമ്പർ ഓഫ് പ്രോട്ടോൺസിനാണ് ഒരു ആറ്റത്തിലെ നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അറ്റോമിക് നമ്പർ എന്ന് വിളിക്കുക. നമ്പർ ഓഫ് പ്രോട്ടോൺസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? അറ്റോമിക് നമ്പർ എന്ന് വിളിക്കുക. നമ്പർ ഓഫ് പ്രോട്ടോൺസിനെ നമ്മൾ എന്ത് വിളിക്കും? അറ്റോമിക് നമ്പർ എന്ന് വിളിക്കും. അപ്പോൾ ഇവിടെ ഒരു പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ ആറ്റത്തിൻ്റെ ഓവറോൾ ചാർജ് എന്ന് പറയുന്നത് ന്യൂട്രലാണ്. ആറ്റത്തിന് മൊത്തമായിട്ടൊരു ചാർജ് ഇല്ല, ആറ്റം ന്യൂട്രലാണ്. ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈക്വൽ നമ്പർ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ചാർജ്. അതായത് ഇവിടെ ഇപ്പം 5 പോസിറ്റീവ് ചാർജ് ഉണ്ടെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് 5 നെഗറ്റീവ് ചാർജും കൂടെ ഉണ്ടാകുമ്പോഴാണ് നമ്മൾ അതിനെ എന്ത് പറയുക? ന്യൂട്രൽ എന്ന് പറയുക. അപ്പോൾ ആറ്റത്തിൻ്റെ ഓവറോൾ ചാർജ് ന്യൂട്രൽ ആയതുകൊണ്ട് നമ്മുടെ സയൻറ്റിസ്റ്റിന് എന്ത് മനസ്സിലായി? ഈ പ്രോട്ടോണിന് ചുറ്റും അല്ലെങ്കിൽ ഈ ആറ്റത്തിൽ എന്തുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. ഇലക്ട്രോൺസ് എന്ന് പറയുന്ന നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ ഉണ്ട്, അവരും ആറ്റത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജുള്ള ആൾക്കാരെ നമ്മൾ എന്ത് വിളിക്കും? ഇലക്ട്രോൺസ് എന്ന് വിളിക്കും. ഒരു ന്യൂട്രൽ ആറ്റത്തിൽ, ഒരു ചാർജ് ഇല്ലാത്ത ന്യൂട്രൽ ആറ്റത്തിലാണെങ്കിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത്, പ്രോട്ടോണിൻ്റെ നമ്പർ എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് ഈക്വൽ ആയിരിക്കും. ഒരു ന്യൂട്രൽ ആറ്റത്തിൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് ഈക്വൽ ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ബേസിക് ആയിട്ട് ഒരു ആറ്റത്തിനെ പറ്റി അറിഞ്ഞിരിക്കണം. ഇനി ഈ ഇലക്ട്രോൺസിനെ ഞാൻ വരച്ചപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഞാനിതിനെ പല പല ലെവലുകളിലായിട്ട്, ഇവിടെ 2 വരച്ചു, ഇവിടെ മുകളിൽ ഒരെണ്ണം, അതിൻ്റെ പുറത്തൊരെണ്ണം വരച്ചു, അങ്ങനെ പല പല ലെവലുകളിലായിട്ടാണ് വരച്ചത്. ഞാൻ എന്തിനാണ് അങ്ങനെ വരച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരു കാരണമുണ്ട്. കാരണം ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഇത് ന്യൂക്ലിയസ് ആണ്.
ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ന്യൂക്ലിയസിന് ചുറ്റും ഫിക്സഡ് ആയിട്ടുള്ള സർക്കുലർ പാത്തുകളിലാണ് പോകുന്നത്. ഇലക്ട്രോൺസ് ന്യൂക്ലിയസിന് ചുറ്റുമുള്ള ഫിക്സഡ് സർക്കുലർ പാത്തുകളിലാണ് പോകുന്നത്. ഈ സർക്കുലർ പാത്തിനെ നമ്മൾ ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് വിളിക്കും. ഓർബിറ്റ് അല്ലെങ്കിൽ ഷെൽ എന്ന് വിളിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഫിക്സഡ് സർക്കുലർ പാത്ത് അറൗണ്ട് ദ ന്യൂക്ലിയസ് where electrons revolve is called as orbit അല്ലെങ്കിൽ ഷെല്ല്. അപ്പോൾ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന ഫിക്സഡ് സർക്കുലർ പാത്തുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഓർബിറ്റ് അല്ലെങ്കിൽ ഷെല്ല് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്ന ഫിക്സഡ് സർക്കുലർ പാത്തുകളെ നമ്മൾ എന്ത് വിളിക്കും? ഓർബിറ്റുകൾ അല്ലെങ്കിൽ ഷെല്ലുകൾ എന്ന് വിളിക്കും. അപ്പോൾ ഇതിനകത്ത് ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളെ നമ്മൾ കെ എന്ന് വിളിക്കും. ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ കെ, അതിൻ്റെ തൊട്ട് പുറത്തുള്ള ആൾ എല്, അതിൻ്റെ പുറത്തുള്ള ആൾ എം, ഇതിനും പുറത്തൊരാളും കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ എൻ എന്ന് വിളിക്കും. അതിനെ നമ്മൾ എൻ എന്ന് വിളിക്കും. ഓക്കെ, ന്യൂക്ലിയസിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ കെ, അതിൻ്റെ പുറത്തുള്ളത് എല്, അതിൻ്റെ പുറത്തുള്ളത് എം, അതിൻ്റെ പുറത്തുള്ളത് എൻ. ഇനി ഇതിനകത്ത് ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസിനെ മാക്സിമം അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോണുകളെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം ഒരു ഫോർമുലയാണ്. അതാണ് 2n². ഓക്കെ, ഓരോ ഷെല്ലിലും എത്ര ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കണ്ടുപിടിക്കുന്നത് 2n² എന്ന് പറയുന്ന ഒരു ഫോർമുല വെച്ചിട്ടാണ്. ഈ എന്നിൻ്റെ വാല്യൂ കെ ഷെല്ലിന് 1ഉം എന്നിന് 2ഉം എമ്മിന് 3ഉം എന്നിന് 4ഉം ആണ്. ഓക്കെ, n = കെയുടെ കാര്യത്തിൽ n = 1 ആണ്, എല്ലിൻ്റെ കാര്യത്തിൽ n = 2 ആണ്, എമ്മിൻ്റെ കാര്യത്തിൽ n = 3 ആണ്, എന്നിൻ്റെ കാര്യത്തിൽ n = 4 ആണ്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? എത്ര ഇലക്ട്രോൺസിനെ മാക്സിമം ഓരോ ഷെല്ലിലും നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന് മനസ്സിലാവും. അപ്പോൾ കെയിലാണെങ്കിൽ 2 × എന്നിൻ്റെ വാല്യൂ 1 ആണ്, 1². അപ്പോൾ 2 ഇലക്ട്രോൺസിനെ നമുക്ക് ഇടാൻ വേണ്ടി പറ്റത്തുള്ളൂ. എല്ലിലാണെങ്കിലോ 2 × എന്നിൻ്റെ വാല്യൂ 2 ആണ്, 2². അപ്പം 4, 8 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എം ആണെങ്കിലോ n × 2 × n², 2 × 3² എന്ന് പറയുമ്പോൾ 9, 18 ഇലക്ട്രോൺസിന് നമുക്ക് എമ്മിൽ മാക്സിമം ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി എന്നിലേക്ക് വരുമ്പോഴോ 2 × 4², 16, 32 ഇലക്ട്രോണുകളെയാണ് നമുക്ക് പരമാവധി ഓരോ ഷെല്ലിലും അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. ഇതെല്ലാം തന്നെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ന്യൂക്ലിയസ് ഉണ്ട്, ന്യൂക്ലിയസിന് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു. ന്യൂക്ലിയസിനകത്ത് പ്രോട്ടോണിന് പോസിറ്റീവ് ചാർജ് ആണ്, ഇലക്ട്രോൺസ് ചുറ്റും റിവോൾവ് ചെയ്യുന്ന നെഗറ്റീവ് ചാർജ് ആണ്. ഇലക്ട്രോൺസ് ഒരു ഫിക്സഡ് സർക്കുലർ പാത്തിൽ കൂടെയാണ് പോകുന്നത്. ഈ ഫിക്സഡ് സർക്കുലർ പാത്തിന് നമ്മൾ പറയുന്ന പേരാണ് ഓർബിറ്റുകൾ. ഓർബിറ്റലുകൾ ന്യൂക്ലിയസിന് അടുത്തുള്ളതിൽ നിന്ന് പുറത്തുള്ളതിലേക്ക് KLMN എന്ന് നെയിം ചെയ്തിട്ടുണ്ട്. കെയുടെ എൻ വാല്യൂ 1 ആണ്, എല്ലിൻ്റെത് 2 ആണ്, എമ്മിൻ്റെത് 3 ആണ്, എന്നിൻ്റെത് 4 ആണ്. ഓരോ ഓർബിറ്റിലും പരമാവധി എത്ര ഇലക്ട്രോണുകൾ കാണപ്പെടും നമ്മൾ അറിയുന്നത് 2n² എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചിട്ടാണ്. ഈ ഫോർമുല അനുസരിച്ച് നമുക്ക് കെ ഷെല്ലിൽ 2, എല്ലിൽ 8, എമ്മിൽ 18, എന്നിൽ 32 ഇലക്ട്രോണുകൾ വരെ പരമാവധി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞു. ഇനി നമ്മളിവിടെ അറിയേണ്ടത് വാലൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? വാലൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസിനെ നമ്മൾ വാലൻസി എന്ന് പറയാം. അതല്ലെങ്കിൽ ഇങ്ങനെയും പറയാം, ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എത്ര ഇലക്ട്രോൺസ് ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഇൻവോൾവ് ചെയ്യുമ്പോൾ ഒരു ആറ്റം എത്ര ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നൊക്കെ ഉള്ളത് നമുക്ക് വാലൻസി ആയിട്ട് കണക്കാക്കാം. പക്ഷേ ഈ ക്വസ്റ്റ്യനൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺസ് എത്രയാണോ അതാണ് വാലൻസി എന്ന് അറിയേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പം നമുക്ക് 12 ആണ്. 12 പ്രോട്ടോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം 12 ഇലക്ട്രോൺസും ഉണ്ടെന്നാണ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? അങ്ങനെ അറേഞ്ച് ചെയ്യാം. കെ ഷെല്ലിൽ എത്ര ഇലക്ട്രോൺസിന് പറ്റും? 2 എണ്ണത്തിന് അക്കോമഡേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. മൊത്തം നമ്മുടെ കയ്യിൽ 12 എണ്ണം ഉണ്ട്. അപ്പം കെയിൽ ഞാൻ 2 എണ്ണം കൊടുത്തു. കെയിൽ 2 ഇലക്ട്രോൺസ് കൊടുത്തു. അത് കഴിഞ്ഞ് എല്ലിൽ എത്ര എണ്ണം ഇടാൻ പറ്റും? എല്ലിൽ 8 എണ്ണം ഇടാൻ പറ്റും. അപ്പം എല്ലിൽ ഞാൻ 8 എണ്ണം കൊടുത്തു. 1, 2, 3, 4, 5, എല്ലല്ല എമ്മിലാണ് ഞാൻ കൊടുത്തത് കേട്ടോ. ഒരു മിനിറ്റ്. ഓക്കെ, എല്ലിൽ 1, 2, 3, 4, 5, 6, 7, 8 എണ്ണം കൊടുത്തു. അത് കഴിഞ്ഞ് എമ്മിൽ എത്ര എണ്ണം വരെ കൊടുക്കാം? എമ്മിൽ 18 എണ്ണം വരെ കൊടുക്കാം.
പക്ഷേ എൻ്റെ കയ്യിൽ എത്രയേ ബാക്കിയുള്ളൂ? ആദ്യം ഇവിടെ 8ഉം 2ഉം പോയി, 10 എണ്ണം പോയി, ബാക്കി 2 എണ്ണമേ ബാക്കിയുള്ളൂ. ഇപ്പോൾ ഈ 2 എണ്ണത്തിന് ഞാൻ എവിടെ കൊടുത്തു? എമ്മിൽ കൊടുത്തു. 2 എണ്ണത്തിന് എമ്മിൽ കൊടുത്തു. അപ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ഏറ്റവും പുറത്ത് ഉള്ള ഇലക്ട്രോൺസ് എത്രയാണെന്നാണ്. എത്രയാണ്? 2 ആണ്. അപ്പോൾ വാലൻസ് നമുക്ക് 2 ആണെന്ന് കിട്ടി. ഇനി നമ്മൾ പ്ലസ് ആണോ മൈനസ് ആണോ എന്നറിയണം. പ്ലസ് ആണോ മൈനസ് ആണോ എന്നറിയണം. മഗ്നീഷ്യം ഒരു മെറ്റലാണ്. മഗ്നീഷ്യം ഒരു മെറ്റൽ ആയതുകൊണ്ട് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യുമെന്ന് ഓർക്കുക. അല്ലാന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് നിങ്ങൾ അങ്ങനെ ഓർത്താൽ മതി. മെറ്റൽസ് എല്ലാവരും തന്നെ ഇലക്ട്രോൺ ഡോണേഴ്സ് ആണ്. അതുപോലെ തന്നെ നോൺ മെറ്റൽസ് എല്ലാം ഇലക്ട്രോൺ അക്സെപ്റ്റേഴ്സ് ആണ്. അപ്പം മഗ്നീഷ്യം ഒരു മെറ്റൽ ആയതുകൊണ്ട് ഇലക്ട്രോൺസിനെ ഡൊണേറ്റ് ചെയ്യും. അല്ലെങ്കിൽ ഞാൻ ജസ്റ്റ് പറയാം, നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വിട്ടേക്കൂ. എല്ലാ ആറ്റംസിനും ഈ പുറത്തെ ഇലക്ട്രോൺ ഉണ്ടല്ലോ, അവിടെ 8 ഇലക്ട്രോൺസ് വരിക. ഇപ്പോൾ കെയിലാണെങ്കിൽ 2 എണ്ണം, അത് മാക്സിമം 2 എണ്ണമാണ്, 2 എണ്ണം വരിക. അതായത് എല്ലാണെങ്കിൽ മാക്സിമം 8 എണ്ണം പുറത്തുണ്ടെങ്കിൽ അത് സ്റ്റേബിൾ ആയിരിക്കും. അതായത് ഇവിടെ കംപ്ലീറ്റ് ആയിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺസ് എത്രയാണോ അത്രയും ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, മാക്സിമം അക്കോമഡേറ്റ് ചെയ്താൽ അവർ സ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ ഇവർക്ക് മാക്സിമം ആണെങ്കിൽ ഇനി എന്ത് ചെയ്യണം? ഇപ്പോൾ 2 എണ്ണേ ഉള്ളൂ, 16 ഇലക്ട്രോൺസിനെയും കൂടെ കിട്ടിയാലേ ഇവർക്ക് ഇത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതുകൊണ്ട് ഇത് എന്ത് ചെയ്യും? ഈ 2 ഇലക്ട്രോൺസിനെ അങ്ങ് വിട്ടുകൊടുക്കും. ഈ 2 ഇലക്ട്രോൺസിനെ വേറെ ആർക്കെങ്കിലും കൊടുക്കും. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? ഈ ഇലക്ട്രോൺസ് പോയാലും ഇവിടെ തൊട്ടടുത്തുള്ളിടത്ത് 8 എണ്ണം വരും. അത് കംപ്ലീറ്റ് ആവും, അത് സ്റ്റേബിൾ ആവും. ഇപ്പം ഞാൻ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ വിട്ടേക്കും. ഇത്രയും ഓർക്കുക. എന്താണ്? ഇലക്ട്രോൺസ് മെറ്റൽസ് ആണെങ്കിൽ ഡൊണേറ്റ് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇലക്ട്രോൺസിന് നെഗറ്റീവ് ചാർജാണ്. അപ്പോൾ 2 നെഗറ്റീവ് ചാർജിന് അങ്ങ് കൊടുത്തു. അപ്പോൾ ഇവർക്ക് എന്താവും? മൊത്തത്തിലൊരു പോസിറ്റീവ് ചാർജ് ആവും. അതെങ്ങനെയാണ് വരണത്? ഇപ്പോൾ ഇവിടെ 3 പോസിറ്റീവും ഉണ്ട്, 3 നെഗറ്റീവും ഉണ്ട്. ഇതിൽ നിന്ന് ഞാൻ 2 നെഗറ്റീവ് ചാർജിന് കൊടുത്തു. 2 നെഗറ്റീവ് ചാർജിന് ഞാൻ കൊടുത്തു കഴിയുമ്പോൾ ഒരു പോസിറ്റീവ് ഒരു നെഗറ്റീവും ക്യാൻസൽ ആയിപ്പോയി. ഇനി എന്തേ ഉള്ളൂ? 2 പോസിറ്റീവ് എൻ്റെ ബാക്കിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ +2 ആണ് നമുക്കിവിടുത്തെ ബാലൻസ് ചെയ്യുന്ന കിട്ടും കേട്ടോ. അപ്പോൾ ബേസിക്കായിട്ട് ഇത്രയും കാര്യങ്ങൾ അറിയാം. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: Which metal oxide is an amphoteric oxide? Iron, aluminium, sodium, potassium. Iron, aluminium, sodium, potassium. ഇതിൽ ഏത് ഓക്സൈഡാണ് ഒരു ആംഫോട്ടറിക് ഓക്സൈഡ്? ഈ തന്നിട്ടുള്ളതിൽ ഏത് ഓക്സൈഡാണ് ഒരു ആംഫോട്ടറിക് ഓക്സൈഡ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ആംഫോട്ടറിക് ഓക്സൈഡ് എപ്പോഴും ചോദിക്കുന്നതാണ്. നിങ്ങൾ ബേസിക് ആയിട്ട് ഇവിടെ ഓർത്ത് വെക്കേണ്ടത് 2 ആൾക്കാരാണ് കേട്ടോ. 2 ആൾക്കാരാണ്. അലുമിനിയം ഓക്സൈഡും സിങ്ക് ഓക്സൈഡും ആംഫോട്ടറിക് ആണ്. ഓക്കെ, മാറിയും തിരിഞ്ഞും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അലുമിനിയം ഓക്സൈഡും അതുപോലെ തന്നെ സിങ്ക് ഓക്സൈഡും ആംഫോട്ടറിക് ആണ്. അപ്പോൾ മെറ്റൽ ഓക്സൈഡ്സ് ആസിഡുകളുമായിട്ടും അതുപോലെ തന്നെ ബേസുകളുമായിട്ടും റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, മെറ്റൽ ഓക്സൈഡുകൾ ആസിഡുകളുമായിട്ടും ബേസുകളുമായിട്ടും റിയാക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ എന്ത് വിളിക്കും? ആംഫോട്ടറിക് ഓക്സൈഡുകളെന്ന് വിളിക്കും. ആംഫോട്ടറിക് ഓക്സൈഡുകൾക്ക് എക്സാമ്പിൾ എന്ന് പറയുന്നത് അലുമിനിയം ഓക്സൈഡും സിങ്ക് ഓക്സൈഡുമാണ്. ഈ 2 എക്സാമ്പിൾസ് കാണാതെ പഠിച്ചു വെച്ചേക്ക്. എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ് അലുമിനിയം ഓക്സൈഡും സിങ്ക് ഓക്സൈഡും. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇൻ ദ മോഡേൺ പീരിയോഡിക് ടേബിൾ ഇൻ എ സെയിം ഗ്രൂപ്പ് എലമെന്റ്സ് ഹാവ് ദെയർ ഡാഷ് ഓഫ് ദെയർ ആറ്റംസ്. ഓക്കെ, അതായത് പറയുന്നത് മോഡേൺ പീരിയോഡിക് ടേബിളിൽ സെയിം ഗ്രൂപ്പിലെ എലമെൻസിന് എന്താണ് ഒരുപോലെ ഉള്ളത്? സെയിം ഗ്രൂപ്പിലെ എലമെൻസിന് എന്താണ് ഒരുപോലെ ഉള്ളതെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്പർ ഓഫ് പ്രോട്ടോൺസ് ഒരു എലമെൻസിനും ഒരുപോലെ വരില്ല. കാരണം എല്ലാ എലമെൻസിൻ്റെയും അറ്റോമിക് നമ്പർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ ഒരു എലമെൻറ്റിൻ്റെയും പ്രോട്ടോൺ നമ്പർ വേറൊരാൾക്കും റിപ്പീറ്റ് ചെയ്ത് വരില്ല. അതുപോലെ തന്നെ ന്യൂട്രോൺ നമ്പർ റിപ്പീറ്റ് ചെയ്ത് വരാം, പക്ഷേ ഒരിക്കലും ന്യൂട്രോൺ നമ്പർ എന്ന് പറയുന്നത് ഗ്രൂപ്പിൽ സെയിം ആവണമെന്ന് നിർബന്ധമില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഹൈഡ്രജൻ 1H1 ആണെങ്കിൽ അതിന് ന്യൂട്രോണേ ഇല്ല. ന്യൂട്രോൺ ഇല്ലാത്ത ഒരേ ഒരു ആറ്റമാണ് 1H1 എന്ന് പറയുന്ന ഹൈഡ്രജൻ. അടുത്ത് അതേ ഗ്രൂപ്പിൽ വരുന്നതാണ് ലിഥിയം. ഓക്കെ, അതേ ഗ്രൂപ്പിൽ വരുന്നതാണ് ലിഥിയം. പക്ഷേ ലിഥിയത്തിന് എന്തുണ്ട്? ന്യൂട്രോൺ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് എന്ത് വേണ്ടിയിട്ട് പറയാൻ പറ്റില്ല? ന്യൂട്രോണും ഈ ഗ്രൂപ്പിലെ പ്രോപ്പർട്ടീസുമായിട്ട് ഒരു ബന്ധമുണ്ടെന്ന് പറയാൻ വേണ്ടി പറ്റില്ല. പിന്നെയുള്ളത് ഇലക്ട്രോൺ നമ്പറാണ്. ഇലക്ട്രോൺ നമ്പർ നോക്കിയേ, ഇവിടെ ഹൈഡ്രജന് 1 ഇലക്ട്രോൺ ആണ്. ലിഥിയത്തിൻ്റെ അറ്റോമിക് നമ്പർ 3 ആണ്. അപ്പം ലിഥിയത്തിന് 3 ഇലക്ട്രോൺ ഉണ്ട്.
അതിൻ്റെ താഴെ വരുന്ന സോഡിയമാണ്, അറ്റോമിക് നമ്പർ 11 അപ്പോൾ സോഡിയത്തിന് 11 ഇലക്ട്രോൺ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇലക്ട്രോണിൻ്റെ നമ്പറും ഒരു ഗ്രൂപ്പിൽ സെയിം ആണെന്ന് പറയാൻ പറ്റത്തില്ല. ഗ്രൂപ്പിൽ താഴേക്ക് വരും തോറും ഇലക്ട്രോണിൻ്റെ നമ്പറും കൂടി വരും. പക്ഷേ ഗ്രൂപ്പിൽ സെയിം ആയിട്ട് വരുന്ന സാധനമാണ് വാലൻസ് ഷെല്ല്. വാലൻസ് ഷെല്ലിലുള്ള ഇലക്ട്രോണുകൾ ഗ്രൂപ്പിൽ സെയിം ആയിരിക്കും. ഇപ്പോൾ ഹൈഡ്രജൻ്റെ വാലൻസി 1 ആണ്, ലിഥിയത്തിൻ്റെ വാലൻസി 1 ആണ്. കാരണം 3 ഇലക്ട്രോൺസ് ആണ് ലിഥിയത്തിനുള്ളത്, അല്ലെങ്കിൽ 3 പ്രോട്ടോൺസ് ആണുള്ളത്. ആ സമയത്ത് നമ്മൾ ഇതിനെ 2 1 എന്നാണ് അറേഞ്ച് ചെയ്യുക. അഗൈൻ വാലൻസി 1 വന്നു. ഇനി സോഡിയം അറ്റോമിക് നമ്പർ 11 ആണ്, 2 8 1 അല്ലേ. ആദ്യത്തെ കെയിൽ 2, അത് കഴിഞ്ഞ് എല്ലിൽ 8, അത് കഴിഞ്ഞ് 1, വീണ്ടും വാലൻസി 1 ആണ്. ഇങ്ങനെയാണ് നമ്മൾ അറേഞ്ച് ചെയ്യുക. ഒരു ഗ്രൂപ്പിൽ എപ്പോഴും വാലൻസി സെയിം ആയിരിക്കും നോക്കുക. ഏത് ഗ്രൂപ്പിൽ നോക്കിയാലും വാലൻസി സെയിം ആയിരിക്കും നോക്കുക. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഹൗ മെനി വാട്ടർ മോളിക്യൂൾസ് ആർ പ്രസൻറ്റ് ഇൻ എ മോളിക്യൂൾ ഓഫ് വാഷിംഗ് സോഡ? ഒരു വാഷിംഗ് സോഡയുടെ മോളിക്യൂളിൽ എത്ര വാട്ടർ മോളിക്യൂൾസിനെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും എന്നാണ് ചോദിക്കുന്നത്. സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞു തരാം. വാഷിംഗ് സോഡയുടെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത് Na2CO3 10H2O ആണ്. Na2CO3 10H2O ആണ്. 10 വാട്ടർ മോളിക്യൂൾസിനെ നമുക്ക് എവിടെ കാണാൻ വേണ്ടിയിട്ട് പറ്റും? വാഷിംഗ് സോഡയിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും. Na2CO3 10H2O ആണ് വാഷിംഗ് സോഡയുടെ കെമിക്കൽ ഫോർമുല എന്ന് പറയുന്നത്. സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. സിങ്ക് സൾഫേറ്റ് ഹെപ്റ്റാഹൈഡ്രേറ്റ് ഈസ് കോമൺലി നോൺ ആസ്. സിങ്ക് സൾഫേറ്റ് ഹെപ്റ്റാഹൈഡ്രേറ്റ്, അതായത് ZnSO4 7H2O, അതിൻ്റെ കോമൺ നൈം എന്തെന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. വൈറ്റ് വിട്രിയോൾ ആണ് കേട്ടോ. വൈറ്റ് വിട്രിയോൾ ആണ്. ബ്ലൂ വിട്രിയോൾ എന്നറിയപ്പെടുന്നത് കോപ്പർ സൾഫേറ്റ് ആണ്. കോപ്പർ സൾഫേറ്റ് 5H2O ആണ് ബ്ലൂ വിട്രിയോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുക. കൂടുതൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരുന്ന സെഷൻസിൽ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് സെഷൻ ഇഷ്ടപ്പെട്ടെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾ ജസ്റ്റ് താഴെ അത് കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ മാക്സിമം അതിനോട് റിപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. സോ താങ്ക് യു സോ മച്ച്. ഹാപ്പി ലേണിംഗ്. ബൈ.